രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. ഹൈക്കമാൻഡ് നിലപാടിനെതിരെ ഹിമാചൽ മന്ത്രിയും ഗുജറാത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റും അടക്കമുള്ളവർ രംഗത്ത് വന്നു. കോൺഗ്രസിനെ വിമർശിച്ച് BJP നേതൃത്വവും. റിപ്പോർട്ടിലേക്ക് ആദ്യം. ഔദ്യോഗിക പ്രസ്താവനയ്ക്ക് പിന്നാലെ കോൺഗ്രസിൽ ഭിന്നത ഉടലെടുത്തിരിക്കുന്നു. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന് വേണ്ടി വാദിച്ച് ഉന്നത കോൺഗ്രസ് നേതാക്കളാണിപ്പോൾ ഹൈക്കമാൻഡ് നിലപാടിനെ തള്ളി രംഗത്തെത്തിയിരിക്കുന്നത്. വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന പ്രസ്താവനകളിൽ നിന്നും കോൺഗ്രസ് നേതൃത്വം വിട്ടുനിൽക്കണമെന്ന വിമർശനമാണ് ഗുജറാത്ത് PCC വർക്കിംഗ് പ്രസിഡന്റ് അംബരീഷ് ധർ ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാട് നിരാശപ്പെടുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച ചുരുക്കം ചില ഭാഗ്യശാലികളിൽ ഒരാളാണ് താനെന്നും തീർച്ചയായും പോകുമെന്നും ഹിമാചൽ മന്ത്രി വിക്രമാദിത്യ സിംഗും. जीवन में एक ही बारी ऐसा मौका मिलता है. കോൺഗ്രസ് രാമക്ഷേത്രത്തിന് എതിരല്ലെന്നും പ്രതിഷ്ഠാ ചടങ്ങ് BJP രാഷ്ട്രീയവത്കരിക്കുന്നതിനെതിരായ നിലപാടാണ് നേതൃത്വം സ്വീകരിക്കുന്നതെന്നും കോൺഗ്രസ് കഴിഞ്ഞ ദിവസം തന്നെ ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ 4 വോട്ടിന് വേണ്ടിയുള്ള നാടകമാണെന്നും ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രത്തോട് നെഹ്റു കാണിച്ച അവഗണന പാർട്ടി അയോധ്യ രാമക്ഷേത്രത്തോട് ആവർത്തിക്കുകയാണെന്നും വിമർശിച്ച് BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. കോൺഗ്രസിന് കൈവിറയ്ക്കുന്നുണ്ടോ അയോധ്യയിൽ എന്നതാണ് പ്രധാനപ്പെട്ട ക്യാപ്ഷൻ. അഡ്വക്കേറ്റ് അനിൽ ബോസ്, കോൺഗ്രസ് നേതാവ്, നമ്മോടൊപ്പം തത്സമയം ചേരും. പ്രിന്റു മഹാദേവ് ആഗ്നേയ BJP പ്രതിനിധിയും തത്സമയം ചേരുന്നുണ്ട്. ശ്രീ അനിൽ ബോസ്, ഈ അയോധ്യയിലേക്കുള്ള BJPയുടെ നരേന്ദ്രമോദിയുടെ ക്ഷണം, അതിൽ തീരുമാനമെടുക്കാൻ ദിവസങ്ങളോളം വേണ്ടി വന്നു. അങ്ങനെ ആലോചിച്ചെടുത്ത ഒരു നിലപാടാണ് കഴിഞ്ഞ ദിവസം AICC ഹൈക്കമാൻഡ് അറിയിക്കുകയും ചെയ്തത്. പക്ഷേ ഇന്നപ്പോൾ ഇതാ ആ നിർദ്ദേശത്തെ തള്ളി പ്രധാനപ്പെട്ട നേതാക്കൾ രംഗത്ത് വരികയാണ്. അയോധ്യയിലേക്കുള്ള ഈ ക്ഷണത്തെ അതിനെ വിനയപൂർവ്വം നിരസിക്കുന്നു എന്ന നിലപാട് തിരിഞ്ഞുകൊത്തുന്നുണ്ടോ ശ്രീ അനിൽ ബോസ് ഏതെങ്കിലും മേഖലകളിൽ കോൺഗ്രസിന്? ഒന്നാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞ പ്രകാരം മറുപടി പറഞ്ഞാൽ അയോധ്യ ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞു, അതിൻ്റെ തുടക്കം കുറിക്കുന്ന പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സന്ദർഭത്തിൽ ആരെയും ക്ഷണിക്കേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഒന്നുമല്ല. അങ്ങനെ ആരും ക്ഷണിച്ചിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്ന ആ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ. ആ ക്ഷണം വളരെ ബഹുമാനപൂർവ്വം കോൺഗ്രസ് പാർട്ടി നോക്കിക്കണ്ടു. ആ ക്ഷണം ലഭ്യമായ ആ ക്ഷണം ലഭ്യമായ മല്ലികാർജുൻ ഖാർഗെ, കോൺഗ്രസ് പ്രസിഡന്റ് ബഹുമാനനായ അദ്ദേഹവും, അതുപോലെ തന്നെ ശ്രീ അധിർ രഞ്ജൻ ചൗധരിയും സോണിയാഗാന്ധിയും പങ്കെടുക്കുന്നില്ല എന്നറിയിച്ചു. അവരെ ധിക്കരിക്കുകയല്ല ചെയ്തത്. ആ ട്രസ്റ്റ് ക്ഷണിക്കാൻ കാണിച്ച സൗമനസ്യത്തെ മാനിക്കുന്നു. രാമഭഗവാൻ എന്ന് പറയുന്നത് രാജ്യത്ത് കോടാനുകോടി ആളുകൾ ഭക്തിയോടുകൂടി കാണുന്ന ഒരിടമാണ്, ദൈവമാണ്. അപ്പോൾ ആ സങ്കല്പത്തോടോ അതിൻ്റെ കാര്യങ്ങളോടോ ഒന്നും കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു എതിരുമില്ല. ഇതൊരു മതപരമായ കാര്യമാണ്. അത് ഓരോരുത്തരും വ്യക്തിപരമായ അവരുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെയൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. പക്ഷേ ഇപ്പോൾ പൂർത്തിയാകാത്ത അയോധ്യ ക്ഷേത്രം, ആ അയോധ്യ ക്ഷേത്രം പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ ട്രസ്റ്റിൽ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെയും സംഘപരിവാറിൻ്റെ ഭാഗമാണ്, RSSൻ്റെയോ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയോ ഒക്കെ ഭാഗമാണ്. അങ്ങനെയുള്ള ആളുകൾ എല്ലാവരും ചേർന്ന് ഇതിനൊരു രാഷ്ട്രീയ മുഖം നൽകി അതൊരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനാക്കി മാറ്റത്തക്ക തരത്തിൽ പ്രധാനമന്ത്രിയെയും മറ്റ് നേതാക്കളെയും അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട്, എന്നാൽ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഹിന്ദു സന്യാസിമാരായിട്ടുള്ള ഒരുപാട് ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു മാമാങ്കം. അപ്പോൾ ആ മാമാങ്കത്തിന് രാഷ്ട്രീയമായി കോൺഗ്രസ് നിന്നു കൊടുക്കേണ്ട കാര്യമില്ല. അതിനർത്ഥം രാമക്ഷേത്രത്തിൽ പോകത്തില്ലെന്നോ ആരെങ്കിലും പോകുന്നതിനെതിരാണെന്നോ അല്ല. ഇപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് മനസ്സിലാക്കിയിരിക്കുന്നു. ഹിമാചലിലെ മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗ്, ഗുജറാത്തിലെ PCCയുടെ വർക്കിംഗ് പ്രസിഡന്റിനും ഉത്തർപ്രദേശിലെ നേതാക്കന്മാർക്കും ചില നേതാക്കന്മാർക്കും ഒക്കെ മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ്? അല്ല, ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഞാനിവിടെ വന്നിരിക്കുന്നത് വഴിപോക്കനായിട്ടല്ല. ഞാൻ എത്രയോ വർഷമായി, പ്രതീക്ഷനറിയാലോ, നമ്മൾ എത്രയോ കാലമായി ചർച്ചയിൽ പങ്കെടുക്കാൻ, വർഷം 7-8 കഴിഞ്ഞില്ലേ. അപ്പം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടി എടുക്കുന്ന പൊളിറ്റിക്കൽ ലൈൻ അതാണ് നമ്മൾ പറയേണ്ടത്. അതിൻ്റെ അകത്ത് വ്യത്യസ്തമായ വീക്ഷണമുള്ളവരുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ രാമനെ ദൈവമായി കാണുന്നവരും ഒരു ഈശ്വര വിശ്വാസമില്ലാത്തവരുമുണ്ട്. അവിടെ പോകാൻ ആഗ്രഹിക്കുന്നവരും പോകാൻ ഇഷ്ടമില്ലാത്തവരുമുണ്ട്.
പഠിക്കാൻ വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതിൻ്റെ ശില്പങ്ങൾ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് കാണാൻ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായും താങ്കൾക്ക് ഒരു പൊളിറ്റിക്കൽ പരിമിതികൾ ഉണ്ട് എന്ന് എനിക്കറിയാം. കോൺഗ്രസ് പാർട്ടി എങ്കിലും പ്രധാനപ്പെട്ട ഒരു ആയുധമായി ഞാൻ പറയുന്നത് ശ്രീ അനിൽ ബോസ്, എനിക്കറിയാം ശ്രീ അനിൽ ബോസ്, പൊളിറ്റിക്കലി ചില പരിമിതികൾ ഉണ്ടാകാം. കാരണം അത് തീർച്ചയായും ഇത് വളരെ ടാക്ടിക്കായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതൊരു രാഷ്ട്രീയ ആയുധമായി പരിണമിപ്പിച്ചു കൊണ്ടുവരുന്നത് BJP ആണ്, നരേന്ദ്രമോദിയാണ്. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ചില രണ്ട് വള്ളത്തിൽ കോൺഗ്രസ് ആയി പോയോ എന്നൊരു സംശയം സാധാരണ ഇടയിൽ നിന്ന് ഉയർന്നു വന്നാൽ അതിനൊരു ഉത്തരം നൽകേണ്ട ബാധ്യത ഇല്ലേ? അല്ല, അത് ഞാൻ പറയുന്നത് കേൾക്കുക. നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. ദുർവ്യാഖ്യാനങ്ങളുടെ പുറകെ നമുക്ക് പോകാൻ കഴിയില്ല. ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ് പ്രസിഡന്റ് ഇറക്കിയ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP ഇറക്കിയ, അല്ലെങ്കിൽ മാധ്യമവിഭാഗം തലവൻ ജയറാം രമേശ് ഇറക്കിയ പ്രസ് റിലീസിൽ എവിടെങ്കിലും ഇന്ത്യയിലെ കോൺഗ്രസ് പ്രവർത്തകർ, ഭാരവാഹികൾ അവിടെ പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെന്തിനാണ് ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കുന്നത്? വ്യക്തിപരമായി കാണേണ്ട മതപരമായ വിഷയം അവരുടെ വിശ്വാസം. അതിൽ ഇഷ്ടമുള്ളവർ പോട്ടെ, ആരും പോകരുതെന്ന് കോൺഗ്രസ് പാർട്ടി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത് എന്ത് കാര്യത്തിലാണ്? ആ വിയോജിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പിന്തുണയുള്ള പാർട്ടിയും അതിൻ്റെ സംഘപരിവാറിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനകളും. പക്ഷേ വ്യക്തിപരമായ നിലപാടുകൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ നടത്തുന്ന ബോധപൂർവമായ പ്രചരണം. വ്യക്തിപരമായ നിലപാടുകൾ ആർക്കും സ്വീകരിക്കാം എന്ന നിലപാട് എന്ന വരി പറഞ്ഞിട്ടുണ്ടോ? അതിൽ റോഡ് ഉദ്ഘാടനത്തിനുമൊക്കെ പോകുന്നത് പോലെ ഉള്ള ഒരു സമീപനം സ്വീകരിച്ചാൽ അതല്ല ഞാൻ ചോദിച്ചത്. ഈ ഒരു പ്രസ്താവനയിൽ, കാരണം വലിയൊരു ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന തലത്തിലേക്ക്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വേരൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ ഇഷ്ടമുള്ളവർക്ക് പോകാമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത്ര മാത്രമേ ഉള്ളൂ. രാമനോടല്ല വിയോജിപ്പ്, വിശ്വാസത്തോടുള്ള വിയോജിപ്പ്, വിശ്വാസത്തോടല്ല വിയോജിപ്പ്, ഹിന്ദു സമുദായത്തോടോ സമൂഹത്തോടോ അല്ല വിയോജിപ്പ്. അവിടെ ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത പ്രവൃത്തികൾ കാണിക്കുന്ന സംഘപരിവാർ ശക്തികൾ നടത്തുന്ന രാഷ്ട്രീയവൽക്കരണ ആഘോഷ സമീപനങ്ങളെ, തെരഞ്ഞെടുപ്പ് സമീപനങ്ങളെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന വിക്രമാദിത്യ സിംഗ് പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ എൻ്റെ മുൻനിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലല്ല, കടുത്ത രാമഭക്തനായ മരിച്ചുപോയ വീരഭദ്രസിംഗിന്റെ മകൻ എന്ന നിലയിലാണ് ഞാൻ അയോധ്യയിലേക്ക് പോകുന്നത് എന്ന്. അപ്പോൾ ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട, അതായത് ഒരു മന്ത്രിയാണ്, ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രിയാണ്, ഒരു സ്റ്റേറ്റിന്റെ മന്ത്രിയാണ്. അപ്പോൾ ആ മന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്ന ഈ ഒരു വികാരം അല്ലെങ്കിൽ നിലപാട്, അത് ആ താഴെത്തട്ടിലേക്ക് എത്തിക്കുന്ന സന്ദേശം എന്താണ് ശ്രീ അനിൽ ബോസ്? കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി. അല്ല, ഞാൻ പോകുമല്ലോ. എന്തിനാ നിങ്ങൾ മന്ത്രിയുടെ അടുത്ത് വരെ പോകുന്നത്? നിങ്ങൾ വിളിച്ചിരുത്തി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഇവിടെ ഇരിക്കുന്ന ഞാൻ പോകുമല്ലോ. ഞാൻ ഇന്നലെയും പങ്കെടുത്ത ചർച്ചകളിൽ പറഞ്ഞു ഞാൻ പോകും. പക്ഷേ ഇപ്പോൾ പോകുന്നില്ല എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയോദ്ദേശത്തോടു കൂടി നടത്തുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്ന് പറയുന്നത് പോലെ ഔദ്യോഗികമായി ക്ഷണിക്കപ്പെട്ട നേതാക്കൾ അങ്ങനൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തിരിക്കുന്നു. അതിനർത്ഥം ഇന്ത്യയിൽ ഏതെങ്കിലും കോൺഗ്രസ് പോകരുതെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ് ഭാരവാഹി പോകരുതെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസിൻ്റെ MLA പോകരുതെന്നോ ഒരു പൊളിറ്റിക്കൽ സർക്കുലർ ഉണ്ടോ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന്? ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രി ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലെ നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോടൊന്നും യോജിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നതും അതുമൊക്കെ ഒന്ന് തന്നെയല്ലേ. നമ്മൾക്ക് വിശ്വാസമുള്ള ദൈവത്തെ പൂജിക്കാൻ നമുക്ക് പോകും. പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഇപ്പോൾ പോകുന്നില്ല, ഞാൻ എന്തുകൊണ്ട് പോകുന്നില്ല? അല്ലെങ്കിൽ അതാണ് അനിൽ ബോസിന്റെ പ്രതികരണം കേൾക്കുമ്പോൾ ഒരു അഴകുഴമ്പൻ മട്ട് തോന്നുന്നുണ്ടോ? കാരണം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ആർക്കും പോകാനുള്ള അല്ലെങ്കിൽ അവകാശമുണ്ട്, നിലപാടുണ്ട്, അയോധ്യ അങ്ങനെ ആ രീതിയിലൊന്നും ഭ്രഷ്ടിക്കൽപ്പിക്കപ്പെടുന്ന ഒരിടമല്ല. പക്ഷേ ഇപ്പോഴത്തെ കോണ്ടസ്റ്റിൽ അത് BJP ഹൈജാക്ക് ചെയ്യുന്നു, RSSും ഹൈജാക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു മതേതര നിലപാടുള്ള ഒരു പാർട്ടിക്ക് ഇതിനപ്പുറം സ്വീകരിക്കാൻ മറ്റെന്ത് നിലപാടാണുള്ളത്? അതിനെ നിങ്ങൾ ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായി കോൺഗ്രസ് ആസ്ഥാനത്തു നിന്നും വരുന്ന ഒരു വിശദീകരണ കുറിപ്പാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ ശ്രീ പ്രിൻഡോ? അങ്ങനെയല്ല സാർ. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, RSSൻ്റെയോ BJPയുടെയോ ഒരു ആഘോഷമായിട്ട് നിങ്ങൾ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ കാണേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, ഈ ചടങ്ങിനകത്ത് ആരൊക്കെ വരണമെന്നും ആരൊക്കെ വരണ്ട എന്നും നിശ്ചയിച്ചിട്ടുള്ളത് ഇതിൻ്റെ ട്രസ്റ്റാണ്. 6000-ഓളം പ്രതിനിധികളെ ഇതിനകത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, 500 വർഷത്തെ ഒരു പോരാട്ടത്തിൻ്റെ അവസാനത്തിൽ പരമോന്നത നീതിപീഠം ഒരു തുള്ളി ചോര പോലും ചിന്താതെ
ഈ രാജ്യത്തിലെ മതേതര പാരമ്പര്യത്തെയും മതമൈത്രിയെയും സംസ്കാരത്തെയും വിശ്വാസത്തെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു നമുക്കറിയാം വിധി വന്നത്. ആ വിധി വന്നതിന് ശേഷം സ്വാഭാവികമായിട്ട് രാമക്ഷേത്രം ഉയരുന്നു, തൊട്ടപ്പുറത്ത് മനോഹരമായിട്ടുള്ള പള്ളി പണിയാൻ പോകുന്നു. സ്വാഭാവികമായി ഈ രാജ്യത്തിൻ്റെ 500 വർഷത്തെ ഒരു കലാപത്തിൻ്റെയും പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള കുറേ കാലഘട്ടത്തിൻ്റെയും ഒരു ചരിത്രം, ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. സ്വാഭാവികമായി ഈ രാജ്യം മുഴുവൻ രാംലല്ലയെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. രാമൻ്റെ വരവിന് വേണ്ടി 500 വർഷത്തെ ചരിത്രത്തിന് ശേഷം ഈ ഭാരതം മുഴുവൻ 130 കോടി ജനങ്ങൾ, അതിൽ ഹിന്ദുക്കൾ മാത്രമല്ല, BJP-ക്കാർ മാത്രമല്ല, ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും രാമനെ എതിരേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് അസന്നിഗ്ധമായി പറയാൻ കഴിയുമോ ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നില്ല എന്ന്? കാരണം താങ്കൾ പറഞ്ഞതുപോലെയാണെങ്കിൽ എല്ലാ പരിമിതികളും അതിൻ്റെ നൈതികമായ ധാർമ്മികമായ മൂല്യങ്ങളൊക്കെ അടയാളപ്പെടുത്തേണ്ടത് രാമജന്മഭൂമി ഈ ട്രസ്റ്റ് അല്ലെങ്കിൽ തീർത്ഥ ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിനങ്ങ് വിട്ടുകൊടുത്താൽ പോരെ? നിങ്ങൾ എല്ലാ നാടുകളിലും എല്ലാ വീടുകളിലും ഇപ്പോൾ വീടുകൾ തോറും കയറി ഇറങ്ങി ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പ്രചരണമായി പോകുന്നതാരാണ്? BJP നേതാക്കന്മാരാണ്. അപ്പോൾ ഇതിനെ രാഷ്ട്രീയമായി നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുന്നു എന്ന ബോധ്യം തിരിച്ചറിയാൻ കോൺഗ്രസിനായിട്ടുണ്ട്. ആ ഒരു നിലപാട് ഒരു മതേതര പാർട്ടിക്ക് സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെ സ്വീകരിക്കാൻ കഴിയൂ. അതിനെ മറ്റൊരു തരത്തിലേക്ക് കാണേണ്ടതുണ്ടോ? അങ്ങനെയെങ്കിൽ അങ്ങനെയല്ല സാർ. രാമൻ ഈ നാടിൻ്റെ ആത്മതത്വമാണ് സാർ. രാമനെ ഒരു രാഷ്ട്രീയപരമായ ആയുധമായിട്ട് BJP ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിച്ചതിൻ്റെ ചരിത്രം മുഴുവൻ കോൺഗ്രസിനാണ്. ആ പാരമ്പര്യം മുഴുവൻ അവകാശപ്പെടാനുള്ളത് സാർ. ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. 1948 ഈ രാമക്ഷേത്ര വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് അന്ന് ഫൈസാബാദ് തിരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം പണിയുമെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മത്സരിച്ചത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായ ബാബ രാഘവദാസാണ്. നോക്കൂ, ഈ വിഷയത്തെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് ആദ്യമായിട്ട് ജനങ്ങൾക്കിടയിൽ ഭിന്നതയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ചരിത്രവും പാരമ്പര്യവും കോൺഗ്രസിനുണ്ട്. നോക്കൂ, അത് കോൺഗ്രസിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പഴയകാല കോൺഗ്രസ്, അത് നമുക്കറിയില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ സോണിയാഗാന്ധിയുടെയും ഈ നമ്മുടെ മല്ലികാർജ്ജുന ഖാർഗെയുടെയും മാത്രം പാരമ്പര്യമല്ലല്ലോ. അതിന് തിലകൻ്റെ പാരമ്പര്യമുണ്ട്, അതിന് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പാരമ്പര്യമുണ്ട്, അതിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ പാരമ്പര്യമുള്ള മതനിരപേക്ഷതയെ മുൻനിർത്തിയ പ്രസ്ഥാനം തന്നെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ പ്രസ്ഥാനം ഇന്ന് എത്തി നിൽക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം, അത് ഞാൻ പറയുന്ന സത്യത്തിൽ ഇന്ന് ഈ ജിന്നയുടെ ദുർഭൂതം കയറിയിരിക്കുകയാണ് കോൺഗ്രസിനെ. അതുകൊണ്ടാണല്ലോ ഈ 130 കോടി ജനങ്ങളും ആഗ്രഹിക്കുന്ന ഒരു ചടങ്ങിൽ ഇവർക്ക് പങ്കെടുത്താൽ എന്താ പ്രശ്നം? ആ പങ്കെടുക്കുന്നത് കൊണ്ട് ഈ കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് നഷ്ടമാണുള്ളത്? ഞാനൊരു ക്ഷണിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ BJP ഒന്നുമല്ലല്ലോ. ഈ ചടങ്ങിൽ പങ്കെടുത്ത് ഈ രാജ്യത്തിലെ ഹിന്ദുവും മുസൽമാനും ഈ 130 കോടി ജനങ്ങളും ഈ രാജ്യത്തിൻ്റെ മതമൈത്രിക്ക് പ്രതീകമായിക്കൊണ്ട് ആ ചടങ്ങിൽ പങ്കെടുത്ത്, നമുക്കറിയാം ലോകത്ത് തന്നെ ഈ മതത്തിൻ്റെ പേരിൽ ലോകത്ത് നടന്ന 3 സംഭവങ്ങളുണ്ട് സാർ. ആ 3 സംഭവങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് നമുക്കറിയാം അൽ-അക്സ മോസ്ക്. ആ പ്രശ്നത്തിന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. ഇപ്പോഴും ആ പ്രശ്നം അവസാനിച്ചിട്ടില്ല. ഹാഗിയ സോഫിയ പ്രശ്നം ഇപ്പോഴും അതിൻ്റെ പേരിൽ 10,000-കണക്കിന് ചോര ചിന്തയാണ്. ഇപ്പോൾ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വിഷയമൊക്കെ അറിയാൻ. എന്നാൽ നമ്മുടെ രാജ്യം ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 500 വർഷമായി 450 വർഷമായി നീറിക്കൊണ്ടിരുന്ന ഇവിടുത്തെ ഒരു പ്രശ്നത്തെ വളരെ മനോഹരമായി കൊണ്ട് ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠം പരിഹരിച്ചപ്പോൾ സത്യത്തിൽ ഇതിനെ രാഷ്ട്രീയ അജണ്ടകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ വളരെ പ്രധാനപ്പെട്ട 2 ആരോപണങ്ങൾ. ഒന്ന്, കോൺഗ്രസിന് പങ്കെടുത്താൽ എന്തേ തരാതരം ഇതിനെ ഉപയോഗിച്ചു, അത് കോൺഗ്രസ് ഉപയോഗിച്ചു, പൊളിറ്റിക്കലി ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തേത് രാഷ്ട്രീയ പാപ്പരത്വമാണ് എന്ന BJP-യുടെ ആരോപണം. ഇത് കേവലം അല്ലെങ്കിൽ BJP ഇവിടുത്തെ ഹാൻഡിലുകളിൽ നിന്നോ അല്ലെങ്കിൽ BJP നേതാക്കളിൽ നിന്നോ മാത്രമല്ല, ദേശീയ തലത്തിലുള്ള നേതാക്കളൊക്കെ ഇപ്പോൾ ഒരു സംയമനത്തിന്റെ പാത ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ കടുത്ത ഭാഷയിലൊക്കെ പ്രതികരണങ്ങൾ വന്നേനെ പ്രതീക്ഷിക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം കോൺഗ്രസിന് മേലിൽ വരികയാണ്. മറുപടി ഉണ്ടെങ്കിൽ? ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം പ്രതിപാദിച്ച വരിയിൽ നിന്ന് തന്നെ പറയാം. ഈ പരിപാടിയിൽ പങ്കെടുക്കണ്ട എന്ന് കോൺഗ്രസ് തീരുമാനിക്കേണ്ടതില്ല. കാരണം ഞാൻ പറഞ്ഞ അഭിപ്രായത്തോട് തന്നെ അദ്ദേഹം യോജിച്ചുകൊണ്ട് പറഞ്ഞത് പ്രധാനമന്ത്രി നടത്തുന്നതല്ല, അല്ലെങ്കിൽ ട്രസ്റ്റ് നടത്തുന്നതാണ്. ട്രസ്റ്റ് നടത്തുന്നതാണെങ്കിൽ അവർ ക്ഷണിച്ചാൽ ചെന്നില്ലെങ്കിൽ അതിൻ്റെ അകത്ത് BJP-ക്കാരും സംഘപരിവാറുകാരും ഹാലളകുന്നത് എന്തിനാ? ഞങ്ങളെ ഒരു ട്രസ്റ്റ് ക്ഷണിച്ചു, ആ ക്ഷണിച്ച ആളുകൾ 2-3 പേര് ഒരു ചടങ്ങിൽ പോകുന്നില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാർ രാമൻ്റെ ശത്രുക്കളാണ്, രാമനെതിരാണ് കോൺഗ്രസ്. രാജ്യത്തെ കോടിക്കണക്കിന് ആളുകൾ ആഗ്രഹിക്കുന്ന അതാണ്. അവിടെ പോകണം. ഞങ്ങളെ ഉപദേശിക്കാൻ ഇവരാരാ? ഇവർക്കെന്ത് കാര്യം? ഇവർക്ക് പൊളിറ്റിക്കൽ അജണ്ട അല്ലെങ്കിൽ ഇവരെന്തിനാ ചർച്ചകളിൽ വന്നിരുന്നും സംവാദങ്ങളിലും പ്രസ് മീറ്റുകളിലുമൊക്കെ ഈ ആരോപണം കോൺഗ്രസ് രാമനെതിരാണ്, കോൺഗ്രസ് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കെതിരാണ് എന്ന് പറയുന്ന ഇവർക്കെന്ത് കാര്യം?
നമ്മളെ ഒരാൾ കല്യാണം വിളിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ഒരു ക്ഷേത്ര ചടങ്ങ് വിളിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു ചടങ്ങ് വിളിക്കുന്നു. ആ വിളിക്കുമ്പോൾ പോകണമോ പോകണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള വിവേചനം ഞങ്ങൾക്കല്ലേ? ട്രസ്റ്റ് ഇതിനെ വിമർശിച്ച് രംഗത്ത് വന്നില്ലല്ലോ. ക്ഷണിച്ചവർ ഇതിനെ വിമർശിച്ച് ഇതുവരെ രംഗത്ത് വന്നില്ലല്ലോ. അപ്പോൾ BJP-കാരൻ കയർ പൊട്ടിക്കുന്നതിനാ, RSS-കാരൻ കയർ പൊട്ടിക്കുന്നതിനാ, സംഘപരിവാറുകാരൻ കയർ പൊട്ടിക്കുന്നതിനാ? ഞാൻ ആ ഫോർമലായിട്ട് തന്നെ അങ്ങ് ചോദിക്കുക. അപ്പോൾ അതല്ല അതിനാണ് പൊളിറ്റിക്സ് ഉള്ളത്. ഞങ്ങളെ ബോധപൂർവം ഇന്നലെ വരെ ചെയ്യാത്ത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു തികഞ്ഞ മാതൃകയെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു ക്ഷണം നൽകുക. അതിനുശേഷം BJP അതിന്റെ ടെസ്റ്റിനെ ഞാൻ ചോദിക്കുന്നത് ശ്രീ അനിൽ ബോസ് ഒറ്റ കാര്യം, ഇതിന്റെ നിങ്ങളൊരു അസന്നിഗ്ധ നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഇതിന്റെ നെഗറ്റീവ് ഇമ്പാക്ട് ഈ ഹിന്ദി ഹൃദയഭൂമിയിലുള്ള സ്റ്റേറ്റുകൾ അറിയാം, പ്രബലമായ സംസ്ഥാനങ്ങളാണ്. ആ സംസ്ഥാനങ്ങളിൽ അതിന്റെ അനുരണനങ്ങൾ ഉണ്ടാകുമെന്ന ഭയപ്പാടുണ്ടോ? അതുകൊണ്ടാണോ ഈ ആലോചനയ്ക്ക് വേണ്ടി പോലും ഒരു തീരുമാനത്തിൽ? അപ്പൊ ഞാൻ പറയാതെ നിങ്ങൾ ഇടപെടാൻ ശ്രമിക്കാതിരിക്കൂ. അല്ലല്ല, ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ തീരുമാനത്തിലേക്ക് പോലും എടുത്ത കാലതാമസമുണ്ട്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു കാര്യമേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്ക ഇക്കാര്യത്തിലുണ്ടോ ശ്രീ അനിൽ ബോസ്? അല്ല, ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, രാമൻ എന്ന് പറയുന്നത് ദൈവമാണ് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമുണ്ടോ? ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന വലിയ ഭൂരിപക്ഷം ആളുകൾ അത് ആരാധിക്കുന്ന ആളാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമുണ്ടോ? ഇന്ത്യയിൽ ആരെങ്കിലും അയോധ്യ ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്യുന്നതിനോ വഴിപാട് നടത്തുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ നമുക്ക് തർക്കമുണ്ടോ? ഇതിനൊന്നും കോൺഗ്രസ് പാർട്ടിക്ക് തർക്കമില്ല. കാരണം അദ്ദേഹം പറഞ്ഞ ഒരു വരിയോട് ഞാൻ യോജിക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷന് വിധേയമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ സുപ്രീം കോടതി അതിൻ്റെ ഒരു അവസാന വാക്ക്, അത് ശരികളുണ്ടാവാം തെറ്റുകളുണ്ടാവാം, പക്ഷേ ഒരു വിധി വന്നു, അത് രാജ്യത്ത് നിയമമായി, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്ഷേത്രം പൂർത്തിയായിരിക്കുന്നു, അല്ലെ ആ പൂർത്തിയാകുന്നതിൻ്റെ പ്രോസസ്സ് നടക്കുന്നു. അതിനൊന്നും നമ്മളാരും എതിരല്ലെന്നേ. ആ വിധി വന്നു, രാജ്യത്തെ നിയമമായി കഴിഞ്ഞു. ക്ഷേത്രം നിർമ്മിക്കുന്നതിന് പിന്നെ വിമർശിച്ചിട്ട് കാര്യമുണ്ടോ? കവലപ്രസംഗം നടത്തിയിട്ട് കാര്യമുണ്ടോ? അതിനൊന്നും നമ്മളാരും എതിരല്ല. അത് നമ്മുടെ രാജ്യത്തിൻ്റെ വ്യവസ്ഥിതി, ആ വ്യവസ്ഥിതിക്ക് വിധേയമായിട്ടാണ് ആ ക്ഷേത്രം അവിടെ ഉയർന്നിട്ടുള്ളത്. അയോധ്യയിൽ കോൺഗ്രസിനെ കൈവിറയ്ക്കുന്നോ എന്നതാണ് പ്രധാനപ്പെട്ട ചർച്ച ഈ നിമിഷത്തിൽ. ചില പ്രതികരണങ്ങൾ യൂട്യൂബിൽ വരുന്നൊന്ന് വായിക്കാം. തോമസ് PJ പറയുന്നു, കൈച്ചിട്ടിറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് കോൺഗ്രസ്. ലീഗ് കണ്ടുരുട്ടുമ്പോൾ എങ്ങനെ ക്ഷേത്രോദ്ഘാടനത്തിന് പോകും? മിഥുൻ മാധവ് എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നു, ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകും, ഒരു സംശയമില്ല. അങ്ങനെ ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വിശ്വാസം അങ്ങനെ ഒരുപാട് പ്രതികരണങ്ങൾ പ്രേക്ഷകർ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീ പ്രിന്റു മഹാദേവ്, അനിൽ ബോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം ഇതിൽ ക്ഷേത്ര ട്രസ്റ്റാണ് ഇവരെ ക്ഷണിച്ചത്. ആ ക്ഷേത്ര ട്രസ്റ്റാണ് ക്ഷണിച്ചത് എന്ന് എല്ലാ അർത്ഥത്തിലും അത് ജനങ്ങളിലേക്കോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരിലേക്കോ എത്തിക്കാൻ കഴിയുന്നുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മോദിയും RSSും ഇതിനെ ഹൈജാക്ക് ചെയ്യുന്നില്ല എന്ന് പറയാൻപ്പോഴും സത്യം എന്താണ്, യാഥാർത്ഥ്യം എന്താണെന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക്, പ്രത്യേക കേരളത്തിലെയൊക്കെ ജനങ്ങൾക്ക് നന്നായി അറിയാവുന്നതാണ്. എത്രത്തോളം രാഷ്ട്രീയമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അതാണ് ഞാൻ ചോദിച്ചത്. ഒരു മതേതര പാർട്ടി എന്ന നിലയിൽ ഒരു പാർട്ടിക്ക് കൈക്കൊള്ളാവുന്ന ഒരു ആപ്റ്റ് ഡിസിഷൻ, കോണ്ടസ്റ്റ് അനുസരിച്ചുള്ള ഒരു ഡിസിഷൻ, അതല്ലേ ഇത്? അങ്ങനെയല്ല സാർ, നിങ്ങൾ നോക്കൂ, ഇതിൻ്റെ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് 48 മുതൽ ഈ 2024 പ്രാണപ്രതിഷ്ഠ വരെയുള്ള സമയത്ത് ഈ രാജ്യത്തിലെ ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ കോൺഗ്രസ് നടത്തിയിട്ടുള്ള ശ്രമം, ഈ രാമക്ഷേത്ര പ്രശ്നത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് നടത്തിയിട്ടുള്ള ശ്രമം നമുക്കറിയാം. നോക്കൂ, ഒന്ന്, നെഹ്റു രാമക്ഷേത്രത്തിന് എതിരാകുന്ന സമയത്ത് UP മുഖ്യമന്ത്രിയായിരുന്ന ഗോവിന്ദ പല്ലവ് പന്ത് അന്ന് രാമക്ഷേത്രത്തിന് അനുകൂലമാണ്. നോക്കണം, നിങ്ങളിപ്പോൾ അതേ സമയത്ത് സോമനാഥ ക്ഷേത്രം ഉണ്ടായി. സോമനാഥ ക്ഷേത്ര വിഭാഗം നെഹ്റു എതിരായി നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ രാജേന്ദ്ര പ്രസാദ് പങ്കെടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ നോക്കൂ, ഗുൽസർലാൽ നന്ദ ഇന്ദിരാഗാന്ധി എതിർക്കുമ്പോൾ ഗുൽസർലാൽ നന്ദ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഈ രാജീവ് ഗാന്ധിയും നമ്മുടെ നരസിംഹറാവും അനുകൂലമായി നിൽക്കുന്ന സമയത്ത് അങ്ങനെ എല്ലാ കാലത്തും ഈ ഒരു വിഷയത്തെ ഒരു കീറാമുട്ടിയാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഭിന്നതയും വർഗീയ ധ്രുവീകരണത്തിനുള്ള ഒരു അവസരമായിട്ടാണ് കോൺഗ്രസ് കണ്ടിട്ടുള്ളത്. ഞങ്ങൾ അങ്ങനെയല്ല സാർ, ഞങ്ങൾക്ക് രാഷ്ട്രീയ അജണ്ടയല്ല. നമുക്കറിയാലോ, രാമക്ഷേത്രം രാമൻ എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ ആത്മതത്വമാണ്. രാമക്ഷേത്രം നിർമ്മാണം ഞങ്ങളുടെ അജണ്ട തന്നെയായിരുന്നു. അത് പൊളിറ്റിക്കൽ അജണ്ടയല്ല. ഞങ്ങൾ ഈ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനമായിരുന്നു. ആ വാഗ്ദാനം ഞങ്ങൾ നിറവേറ്റുന്നു. ആ
നിറവേറ്റാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു. വളരെ നോക്കൂ, ഞങ്ങൾ മാത്രമല്ലല്ലോ, അത് BJP-ക്കാർ ഒരു സുപ്രഭാതത്തിൽ രാമക്ഷേത്രം പണിയാൻ പോയതല്ലല്ലോ. ഇവിടുത്തെ പരമോന്നത നീതിപീഠം ഇവിടെ നടന്ന കോടതി വ്യവഹാരങ്ങളെ മുഴുവൻ നോക്കി നിന്നുകൊണ്ടല്ലേ ഈ ഒരു വിധി പ്രഖ്യാപിച്ചത്. ആ വിധിയുടെ അടിസ്ഥാനത്തിലല്ല സാർ, അല്ലാതെ BJP-യോ RSS-ഓ അല്ലല്ലോ അവിടെ അമ്പലം പണിയുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാം സാർ, നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രാമക്ഷേത്ര വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവഹാരങ്ങളിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള മെമ്പർ എന്ന് പറയുന്നത് ഹാഷിം അൻസാരി ആയിരുന്നു. നിങ്ങൾ നോക്കണം, ഹാഷിം അൻസാരി അതിൻ്റെ 1948 മുതൽ ഈ രാമക്ഷേത്ര വിവാദത്തിൽ 2016 വരെ അദ്ദേഹം വ്യവഹാരിയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഇക്ബാൽ അൻസാരിയും ഈ വ്യവഹാരത്തിൽ പങ്കാളിയായി. എന്നിട്ട് നോക്കൂ, അവസാനം ഈ കോടതി പരമോന്നത നീതിപീഠം ഇത് പ്രഖ്യാപിച്ചതിന് ശേഷം ക്ഷണം കിട്ടിയ വ്യക്തികൾ ഇക്ബാൽ അൻസാരി ഉണ്ട്. കഴിഞ്ഞ 30-ാം തീയതി മോഡി അയോധ്യയിൽ നടന്ന പരിപാടിയിൽ നമ്മൾ കണ്ടിട്ടതാണ് ഈ ഇക്ബാൽ അൻസാരി പങ്കെടുത്തു. ഇനി അദ്ദേഹം ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നു. അപ്പോൾ സത്യത്തിൽ ഈ രാജ്യത്തിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രശ്നമില്ല. ഈ രാജ്യത്തിലെ 130 കോടി ജനങ്ങളും അവസാനമായി അനിൽ ബോസ്, ക്ഷേത്ര ട്രസ്റ്റാണ് ക്ഷണിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ദിവസം നിങ്ങളുടെ ഈ ഹൈക്കമാൻഡിന്റെ ഇപ്പോഴത്തെ നിലപാട് തള്ളിക്കൊണ്ട് ആരെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമോ? കാരണം ഇന്ന് പോകുമെന്ന് പറഞ്ഞത് ഇന്ന് പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തെ മന്ത്രിയാണ്, PCC വർക്കിംഗ് പ്രസിഡന്റ് പറയുന്നു. ഉത്തർപ്രദേശിലെ നേതാക്കന്മാർ, ചുമതലയിലൊക്കെയുള്ള ആരെങ്കിലും നേതാക്കൾ പോയി കഴിഞ്ഞാൽ അവർക്കെതിരെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു നിലപാട് പ്രതീക്ഷിക്കാമോ? ഞാൻ ഈ ചർച്ചയിൽ പ്രതിഷ്ഠാ ദിനത്തിൽ എന്താണ് ഞാൻ പൂർത്തിയാക്കാൻ കഴിയാതെ പോയി. അല്ല, ഞാൻ ഒന്ന് പറയട്ടെ. നിങ്ങൾ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കും, വോയിസ് കിട്ടുന്നില്ല ഇവിടെ ശരിക്കും. അപ്പം ഞാൻ പറയുന്നതിനിടയിൽ കയറി പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ രണ്ടുപേർക്കും ക്ലാരിറ്റി വരില്ല. ഇത് വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു. ഞാൻ എത്ര തവണ ഈ ചർച്ചയിൽ പറഞ്ഞു, കോൺഗ്രസ് പാർട്ടി അവിടെ പോകുന്നതിൽ നിന്ന് ആരെയും വിലക്കിയിട്ടില്ല. വിശ്വാസമുള്ളവർക്ക് പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യാം. അത് വ്യക്തിപരമാണ്, അവരുടെ മതപരമായ വിശ്വാസം, ആചാരം, അനുഷ്ഠാനം. ആ കാര്യത്തിൽ തർക്കമില്ല. അതാണോ ഇഷ്ടമുള്ളവർക്ക് പോകാം എന്നാണോ കോൺഗ്രസിന്റെ നിലപാട്? അല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പിന്നെന്താണ്? കോൺഗ്രസ് പാർട്ടി പറഞ്ഞോ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞോ? ഞാൻ ചോദിച്ചല്ലോ നിങ്ങളോട്. കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി കൂടിയിട്ട് ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരും രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകരുത് എന്ന് ഞങ്ങൾ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ എന്താ വസ്തുതയുമായി പുലബന്ധമില്ലാത്ത ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത്? അല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. മതപരമായ വിശ്വാസങ്ങൾ, അനുഷ്ഠാനങ്ങൾ അതൊക്കെ വ്യക്തിപരമാണ്. പോകേണ്ടവർക്ക് പോകാം, പോകാതിരിക്കാം. ഇവിടെ ട്രസ്റ്റ് ക്ഷണിച്ചത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ തന്നെ പാർലമെന്റിലെ കക്ഷി നേതാവായിട്ടുള്ള അധിരഞ്ജൻ ചൗധരിയും മുൻ പ്രസിഡന്റായിട്ടുള്ള ശ്രീമതി സോണിയാഗാന്ധിയുമാണ്. അവരെന്തുകൊണ്ട് ഇതിന് പോകുന്നില്ല എന്ന ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറയേണ്ടത്. അതിന് കൃത്യമായ മറുപടിയാണ്, ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാകുന്നതിന് മുമ്പ് അതിൻ്റെ ഇനാഗുറേഷൻ നടത്തി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ നടത്താൻ വേണ്ടി ബോധപൂർവം രാജ്യത്തുടനീളം RSS-ഉം സംഘപരിവാറും BJP ഒരുക്കുന്ന ഒരു പ്രചരണമുണ്ട്. കോൺഗ്രസ് മഹാദേവ് BJP പ്രതിനിധി ചർച്ചയിൽ പങ്കെടുത്തിന്. എന്തായാലും കോൺഗ്രസ് നിലപാട് മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിക്കും ഒക്കെ ഉണ്ടായിരുന്ന ക്ഷണം അത് നിരസിച്ചുകൊണ്ട് വരുമ്പോൾ അങ്ങ് ഹിമാചലിലേക്ക് തന്നെ മന്ത്രി എടുക്കുന്ന നിലപാടും BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ എടുക്കുന്ന നിലപാടുമൊക്കെ തന്നെയാണ് ചർച്ചയ്ക്ക് ആധാരമായും വലിയ ഭിന്നതയ്ക്ക് ഇടയാക്കുന്ന തരത്തിലൊക്കെ വരുന്നത്. ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി.